കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഡേ 4. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ഹരി ആൻഡ് അതുല്യ. കേരള ടു അരുണാചൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ നോർത്ത് ഈസ്റ്റിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അവിടെ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസുകളുമായിരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലോട്ട് പോണ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും. യാത്രയെക്കുറിച്ചുള്ള സംശയങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലുള്ള ഹില്ലി ഏരിയാസ് ആണ്. ഇത് വിന്ധ്യ സത്പുര റേഞ്ചിൻ്റെ ആണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അറിയാവുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല മൺസൂൺ സമയത്ത് പോവുക, അതായത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ് കാണാനായിട്ട് നമുക്ക് പറ്റും. അത്യാവശ്യം നീറ്റായിട്ടുള്ള റോഡിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പൊരി വെയിലത്തും ആളുകൾ നിന്ന് ടാർ ചെയ്യുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ അവരുടെ കാലിലാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഷൂസോ മറ്റോ ഒന്നും തന്നെ ഇല്ല. സാധാരണ ഷൂസും സ്ലിപ്പേഴ്സൊക്കെ ഇട്ടാണ് അവർ ടാർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലുള്ള ആൾക്കാർ സേഫ്റ്റി വൈസ് അവരത്ര കൺസേൺഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ കേരളത്തിൻ്റെ കാര്യം അങ്ങനെ അല്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും സേഫ്റ്റി വൈസ് വളരെയധികം കൺസേൺഡാണ്. എല്ലാ കൺസ്ട്രക്ഷൻ സൈറ്റിലും ഒരു സേഫ്റ്റി ഓഫീസറെ നിയമിക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, റീവേയിൽ നിൽക്കാനുള്ള പ്ലാൻ നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇനി റീവേയിലേക്ക് ഏകദേശം 200 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പം റീവേയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. നേരത്തെ ചേട്ടൻ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്ന സമയത്ത് ഏതോ ഒരു പ്രാണി വന്ന് നെറ്റിയിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരന് നല്ല രീതിയിൽ തലവേദനയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര ദൂരം വണ്ടി ഓട്ടിച്ച് പോകാമെന്നുള്ളത് നമുക്കറിയത്തില്ല. നാഗ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 600 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഉറക്കമെണീറ്റതും ലേറ്റായിട്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ വന്നതോടുകൂടി ഞങ്ങളുടെ യാത്ര പ്രതിസന്ധിയിലായി. അപ്പം നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെയാണ് ഒരു ദിവസം കൃത്യമായിട്ട് നിൽക്കേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്റർ ബാക്കിലോട്ട് ഒരു സ്ഥലം കൂടെ നിങ്ങൾ അന്വേഷിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ചധികം മാറിയാണ് പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടോട്ട് പോയാൽ ഞങ്ങളുടെ സമയം ഇനിയും പോവും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളമൊക്കെ കുടിച്ച് തലവേദനയുടെ ഒരു ഗുളികയും കൂടെ കഴിച്ച് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. അത്യാവശ്യം നല്ല തിരക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ചായക്കടയിൽ നിർത്തിയത്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് ചായ തന്നത്. അന്യസംസ്ഥാനത്തിൽ നിന്ന് വന്നതുകൊണ്ടാവാം ബാക്കിയുള്ളവർക്ക് പേപ്പർ കപ്പിലും ഞങ്ങൾക്ക് മാത്രം ഈ ഗ്ലാസ്സിലുമാണ് ചായ തന്നത്. ഇത് ഡിസ്പോസബിൾ ആണ്. നമ്മൾ കുടിച്ചു കഴിഞ്ഞ് അവരിത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളടുത്ത് വളരെ സ്നേഹത്തിലാണ് അതിൻ്റെ ഓണർ സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൃത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയൊക്കെ വളരെ കുറവാണ്. പിന്നെ അവിടെ നമ്മൾ നിർത്തിയപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ വണ്ടി വന്ന് നോക്കുകയും ഞങ്ങളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ആളുകളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള റോഡ് കണ്ടീഷനും എത്ര ദൂരം യാത്ര ചെയ്യാമെന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. റോഡിന് പണി നടക്കുകയാണ്. അതുമാത്രമല്ല നല്ല പൊടിയും കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. 8 മണിയായപ്പം നല്ലൊരു ഹോട്ടൽ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വളരെയധികം ടയേർഡായി. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും നിൽക്കാമെന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.